നമ്മൾ ഒക്കെ മിമിക്രി ചെയ്യുന്ന കാലഘട്ടം ദിലീപിന് ഓർമ്മയുണ്ടല്ലോ. അതിൽ നിന്നുള്ള ഈ കാലഘട്ടത്തിൽ വന്ന മാറ്റം എന്താണ് ദിലീപ് ഫീൽ ചെയ്യുന്നത്? അല്ലേ, ഒരുപാട് കലാകാരന്മാർക്ക് ഉള്ള വേദി ഭയങ്കരമായിട്ട് ഓപ്പണായി എന്ന് പറയാം. കാരണം ഒരു ചാനൽ വിപ്ലവം തന്നെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്റ്റേജും അവസരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ കൂടുതൽ വെച്ചാൽ നമ്മൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പല വിഷനായിട്ടും പല തോട്ടായിട്ടും ഒക്കെ വരുന്ന ഒരുപാട് കലാകാരന്മാരെ നമ്മുടെ മുമ്പിൽ നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ചാനലിലൂടെ നമുക്ക് പുതിയതായിട്ട് നമുക്ക് കിട്ടിയത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് അവരുടെ മാനറിസം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാവുക. രാഷ്ട്രീയ നേതാക്കന്മാര് അല്ലെങ്കിൽ അവതാരകന്മാര് ചാനലിൽ അപ്പം അതിനെ നമ്മൾ പിന്നെ തമാശയായിട്ട് കാണിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി അനുകരിക്കാനും ഒക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിൽ തന്നെ. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു നന്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ മന്ത്രിമാർ ഇവരൊക്കെ കളിയാക്കുമ്പോഴും അതിനെ ഒരു തമാശയായിട്ട് മാത്രമാണ് അവരെന്നെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അത് അവരുടെ മനസ്സിൻ്റെ വലിയ നന്മയാണ്. പിന്നെ വേറെ അങ്ങനെ തോന്നിയാൽ അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടി അവരുടെ ഒരു പോപ്പുലാരിറ്റിയുടെ ഒരു ആക്സെപ്റ്റൻസ് ആണ്. അതാണ് ഈ മിമിക്രിക്കാരെ അനുകരിക്കുന്നത്. അത്രയും അവർ പോപ്പുലർ ആയിരിക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ജനം അത് മനസ്സിലാക്കുന്നതും ഈ തമാശകൾ ഭയങ്കര ആസ്വദിക്കുന്നത്. പക്ഷെ ആ നല്ല മനസ്സിനെ നമ്മൾ എന്തായാലും അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഈ തീർച്ചയായിട്ടും വലിയ വലിയ ആൾക്കാരെ മന്ത്രിമാരും മറ്റുള്ള നമ്മൾ പൊതുവേ അങ്ങനെ തന്നെയാണ്. കുഞ്ചൻ നമ്പ്യാർ പോലും രാജാവിനെ കളിയാക്കിക്കൊണ്ട് രാജസദസ്സിലിരുന്ന് കവിത എഴുതുന്നത്. അതെ, അപ്പൊ ആ മനസ്സ് നമ്മളുടെ മലയാളികളുടെ പ്രത്യേകത. പക്ഷെ ഇത് അന്യ സംസ്ഥാനത്താണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുഖ്യമന്ത്രിനെ മറ്റുള്ള മന്ത്രി അത് ഒരു പ്രാവശ്യം കളിയാക്കുള്ളൂ, പിന്നെ കളിയാക്കാൻ ആളുണ്ടാവില്ല. അല്ല, ഞാനൊക്കെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ തല്ലിക്കൊന്നു പറഞ്ഞേക്കും. അതിപ്പോ നീ ഏത് മറ്റു സംസ്ഥാനത്ത് പോകണ്ട, എവിടെയാണെങ്കിലും നിന്നെ അതിനുള്ള വകുപ്പൊക്കെ കയ്യിലുണ്ട്. പിന്നല്ലാതെ എപ്പോ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇപ്പൊ നിനക്ക് നീ എന്തോന്നത് എന്ത് പറ്റി? അല്ല, ഞാനും നീയും തമ്മിലുള്ള ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ തമാശ കൂടി അങ്ങോട്ട് ഇടാകണേ. ഇക്കൊക്കെ അറിയാലോ, ഞാനും ഇവനും എല്ലാവരും നമ്മളെ പ്രതീക്ഷിക്കുന്ന തമാശകളാണ്. എനിക്ക് ഇത്ര അധികാരത്തോടു കൂടി തമാശ പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് വേറെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് നാദിർ ഷാ. പക്ഷെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ തമാശ പറയണോ? എപ്പോഴും ഇങ്ങനെ താഴ്ത്തി പറയണ്ടേ? വല്ലപ്പോഴൊക്കെ നിനക്കൊന്നും തന്നെ പൊക്കി പറയാൻ ഈ പൊക്കി പറയാന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇവൻ ഈ സകല കലാവല്ലഭൻ അങ്ങനെ പറയേ, അങ്ങനെയൊക്കെ പറ. അതിലെ പാട്ടുകൾ ഇപ്പം പാടുന്ന കേൾക്കണം. എനിക്ക് ഉള്ളതല്ലേ ഇക്കെ പറയാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒരു കുഴപ്പമാണ്. പക്ഷെ എന്ത് സംഭവമാണെങ്കിലും ഒരു കാര്യം പറയാം, ഇവന്റെ മിടുക്കൊണ്ട് മാത്രമാണ് ബാത്റൂമിൽ പോലും പാടാത്ത ഞാൻ ഗായകനായത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ലക്ഷം ലൈക്സടാ സൗണ്ട് തോമയ്ക്ക് നീ കാരണം എനിക്ക് കിട്ടിയത് 10-15 ലക്ഷം ഒക്കെ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മൂളിപ്പാട്ട് അതേ എന്നെ ഗായനാക്കിയല്ല എനിക്ക് ഏത് സമയത്തും അതിൻ്റെ ഒരു നന്ദിയുണ്ട്. അപ്പോൾ ദിലീപിനുള്ളിലൊരു ഗായകനുണ്ട് എന്ന് കണ്ടെത്തിയത് നാദിർ ഷായാണ് അല്ലേ? അതെ, അതിനു മുമ്പ് കണ്ടെത്തിയത് ജയരാജേട്ടൻ, റാഫി മെക്കാട്ടിന്. അവരാണ് സാറേ സാറേ സാമ്പാറേ. അത് മുദ്രാവാക്യം വിളിക്കുമ്പോൾ പാടിയപ്പോലെ അല്ല, ഞാൻ സമ്മതിച്ചു കൊടുക്കണേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പാടാൻ പോയതല്ല, ഞാൻ ഇങ്ങനെ പാടണം എന്ന് പറഞ്ഞു വെച്ച ആളാണ്. അത് പാട്ടായിട്ട് വന്നു. ഞാനൊരു പാട്ടുകാരനായി ആൾക്കാർ പറഞ്ഞു അത് പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിയാണ്ട് പാടി. അങ്ങനെയുള്ള ഭാഗ്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ ജൂനിയർ യേശുദാസായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. എന്നാൽ ഞാൻ പാട്ടുകാരനല്ല. ദാസേട്ടനോട് ഞാൻ ക്ഷമ പറഞ്ഞാണ് ആ വേഷം ചെയ്തത്. കാല് തൊട്ട് വമിച്ചിട്ട്. കാരണം അതൊരു വലിയ ഭാഗ്യമാണ്. അതെല്ലാം എന്തായാലും നമുക്ക് നാദിർ ഷാ അതല്ല ഞാൻ പറയാം, ഒരു സംഗീത സംവിധായകനായ നാദിർ ഷാ എന്ന് പറയാൻ തുടങ്ങിയായിരുന്നു. സംഗീത സംവിധായകനായ നാദിർ ഷായും ഗായകനായ ദിലീപിനെയും അതെ, ഒരു ഗ്യാപ്പിട്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. എന്താണ് ഇക്ക പറയണ, സത്യം പറയണോ? പക്ഷെ ആ പാട്ട് മ്യൂസിക് ചെയ്ത ഗോപി സുന്ദറാണ് ഇത്. പക്ഷെ ഞാൻ ലിറിക്സ് എഴുതിയാണ്. തന്നെയാണ്. ഇനി സത്യം പറയാം, സത്യസന്ധമായി പറഞ്ഞ ഇവൻ ഗംഭീര ആളാണ്. നിർത്തിക്കൊണ്ട് പറയണല്ല. കാരണം അവൻ തന്നെ ഈ പാരഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഗംഭീര സംഭവം. നാദിർ ഷായുടെ പാരഡികൾക്ക് നല്ല മീറ്റർ കറക്റ്റ് ആയിരിക്കും. അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടാവും, ഒരു രസം ഉണ്ടാവും, നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്താ പറയുന്നത്? അല്ലല്ല, ഞാൻ കളിയാക്കല്ല. പിന്നെ അതുപോലെ നന്നായിട്ട് അവൻ പാടും. കാരണം ഇവന്റെ സ്റ്റേജ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹരം ഉണ്ടാക്കണ സംഭവം. ആളുകൾക്ക് പാടുപെടുക. അല്ല, പാടുപെടുക
ഇക്കയുടെ കുഴപ്പത്തിലേക്ക് ഒരാളുടെ ഇത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞല്ലേ, സ്ലിപ്പ് ഓഫ് ടങ് ആണ്, സോറി. അല്ല, ഇതാണ് പലപ്പോഴും സംഭവിച്ചു പോകുന്നത് നമ്മളൊരു സമൂഹത്തിൽ. അതുപോലെ എഴുത്തിലായാലും പാട്ടുകാർ RLBയിൽ സംഗീതം പഠിച്ചാലാണ് ആവശ്യം. ഇതൊന്നും മറ്റു പലർക്കും അറിയാത്ത വിഷയങ്ങളാണ്. 2 മാസം 2 മാസം അതോടുകൂടി കംപ്ലീറ്റ്. അല്ല, 2 മാസം കൊണ്ട് അവനൊരു 3 വർഷത്തെ സംഭവങ്ങളാണ്. അവൻ അധികം പഠിക്കേണ്ടി വരില്ല. അത്രയും പെട്ടെന്ന് ക്യാച്ച് ആയിട്ടുള്ളൊരു അടുത്തത് പറയുന്നത് പറയാ. സിനിമ